السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد إني إذا سامني ضيم يربعني أقول يا سيد السادات يا سندي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ മുദരിസുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മസ്ത്, ശരിക്കും മസ്തായെന്നല്ലേ, വിജ്ഞാനത്തിന്റെയും അനുഭവങ്ങളുടെയും പഠന പ്രക്രിയയിൽ ലയിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുക എന്ന വലിയൊരു സന്ദേശമാണ് ഈ ഒരു ഫെസ്റ്റിലൂടെ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക്, അതല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി സമാജം മുന്നോട്ട് വെക്കുന്ന വലിയൊരാശയം. മഹാനായ താജുൽ ഉലമാഇ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അതുപോലെ നൂറുൽ ഉലമ മഹാനായ എം എ അബ്ദുൽ ഖാദിർ മുസ്ലിയ നവറല്ലാഹു മർഖദഹുമാ വനഫഅല്ലാഹു ബിഹിമാ, അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാകട്ടെ. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രം എഴുതുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ആർക്കും ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത രണ്ടു വലിയ വ്യക്തിത്വങ്ങളാണ് താജുൽ ഉലമയും നൂറുൽ ഉലമയും. ആയിരത്തി 1920 വിശുദ്ധ റബീഉൽ അവ്വലിൽ 25 ഒരു വെള്ളിയാഴ്ച ദിവസമാണ് മഹാനായ താജുൽ ഉലമ കരുവന്തുരുത്തിയിൽ ജന്മം കൊള്ളുന്നത്. 2014 വരെ നീണ്ട 94 വർഷം ഈസവിയായിട്ട് കണക്കാക്കുന്നെങ്കിലും 100 വർഷത്തോളം ഹിജ്റ കലണ്ടർ പ്രകാരം മഹാനവർ ജീവിച്ചിട്ടുണ്ടാവും. ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെയും ഹലീമ ബീവി സയ്യിദ് ഉമ്മയുടെയും മകനായിട്ടാണ് മഹാനവറുകൾ ജനിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ വിദ്യ അഭ്യസിക്കണമെന്നും ദീനി ഉലൂമ് പഠിക്കണമെന്ന ഉത്കടമായ ആഗ്രഹം പിതാവിൽ നിന്നും, അതിനുശേഷം നാട്ടിലെ പ്രമുഖരായ ഉസ്താദിൽ നിന്നും, പിന്നീട് ദർസ് പഠിക്കാൻ മഹാനായ പറവണ്ണ ഉസ്താദിന്റെ അടുത്ത് എത്തുന്ന ഒരു അനുഭവം. പറവണ്ണ ഉസ്താദ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വന്നത്? ദർസ് പഠിക്കാനാണ്. അപ്പൊ തങ്ങളാണല്ലോ, തങ്ങളോത്ത് വേണോ അല്ല മൊയ്ലിയാരോത്ത് വേണോ എന്ന് ചോദിച്ചു. താജുൽ ഉലമക്കൊന്നും മനസ്സിലായില്ല, ചെറിയ കുട്ടിയാണ്. മൊയ്ലാരോത്ത് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പഠിക്കുക എന്നതാ. അന്നത്തെ പ്രാരാബ്ദങ്ങൾ ദർസ് പഠിക്കുന്നവർക്ക് അറിയാം. ഭക്ഷണം കഴിക്കാനൊന്നും അധിക സൗകര്യങ്ങൾ ഉണ്ടാവില്ല. താമസ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും.
ദർസിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ എടുക്കണമെന്നുണ്ടെങ്കിലും ഉസ്താദുമാർക്ക് സാധിക്കൂല, കാരണം ചെലവ് കൂടിയില്ല എന്ന് പറയും. എൻ്റെ വാപ്പ പലപ്പോഴും ദർസ് പഠിക്കാൻ പോയ അനുഭവം പറയും. എന്നോട് പറയുന്നത്, നീ എൻ്റെ ചരിത്രം എഴുതുന്നെങ്കിൽ 5000 രൂപ തരാമെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ എനിക്കതിനെപ്പോൾ സമയം എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് പ്രായമായപ്പോഴായിരുന്നു പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായത് എൻ്റെ വാപ്പക്ക്. എരുവാട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. 10-14 വയസ്സെല്ലാകുമ്പോൾ 2-3 പശുക്കളൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. 4 പശുക്കൾ എനിക്കുണ്ട്. അതൊക്കെ പോയിട്ട് ഇങ്ങനെ വളർത്തലായിരുന്നു. അപ്പോൾ ഒരു റമദാനിന് തെക്ക് ഭാഗത്ത് നിന്ന് ഒരു വലിയ മൊയിലാറ് വന്നു. അത് പറയാൻ റമദാനിൽ അങ്ങനെ വരും. അവര് ഒരു ഭയങ്കരമായ വഴത് റമദാനിൽ എൻ്റെ ഉപ്പ പറയാണ്, അൽ അതാലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്ർ ലം യകുൻ ശൈഅൻ മദ്കൂറാ എന്ന് ഈ വഴത് അങ്ങനെ പറഞ്ഞു. എത്ര കാലം കഴിഞ്ഞു പോയി മനുഷ്യൻ. അവൻ തീരെ മൈൻഡ് ചെയ്യാതെ എത്ര കാലങ്ങൾ കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും നാം ചിട്ടപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൽമു പഠിക്കാനുള്ള പ്രേരണ നൽകുന്ന പ്രസംഗം കഴിഞ്ഞപ്പോ എന്തായാലും പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹം മനസ്സിൽ വന്നു. പെരുന്നാൾ കഴിഞ്ഞാൽ ഞാൻ എവിടെയായാലും പഠിക്കാൻ പോകും. ഉമ്മയോട് അത് പറയും. ഉമ്മ ഉപ്പാട് പറഞ്ഞത്, ഓനെ അഹമ്മദ് പഠിക്കാൻ പോകേണ്ട തിരക്കിലാണ്, ഓനെ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ ഉപ്പ പറഞ്ഞു, ഇനി ഈ 4 പശുക്കൾ ഉള്ള എന്നെ, 4 എന്ന് പറഞ്ഞാൽ 2 പശുക്കളെ ചിലപ്പോ കുട്ടന്മാരുണ്ടാവും മുരി. അപ്പൊ ഇത്രയും സമ്പത്തൊക്കെ ഉള്ള ഒരാളെ എന്നെ എന്തായാലും ഈ പശുക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പാക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്നെ വിടൂല. അപ്പൊ എന്ത് ചെയ്തു പറഞ്ഞാൽ, ഈ ബാധ കഴിഞ്ഞ പിറ്റേ ദിവസമെല്ലാം ഓരോ പശുക്കളെ ഇങ്ങനെ കാട്ടിലേക്ക് കൊണ്ടുപോയി മേയ്ക്കാൻ വേണ്ടി, പിന്നെ ഓരോന്നിനെ കെട്ടയിച്ചു വിടും. അപ്പൊ അതിനെ എന്തെങ്കിലും പുലിയോ എന്തെങ്കിലും വന്യമൃഗങ്ങൾ അതിനെ കടിച്ചു കൊണ്ടുപോകും. അപ്പോൾ പിറ്റേ ദിവസം 3 എണ്ണമായി മാറും. പിന്നെ അത് അടുത്ത ദിവസം പിന്നെ അയച്ചു വിട്ടപ്പോൾ 2 എണ്ണമായി. പിന്നെ പെരുന്നാളാകുമ്പോഴേക്ക് ഏകദേശം 4 അത് കടിച്ചു കൊണ്ടുപോയി. പിന്നെ പശുക്കളില്ലല്ലോ. അപ്പൊ ഏതായാലും ഇനി ഉപ്പ എന്നെ നിർബന്ധിക്കൂല. പെരുന്നാളിന്റെ കഴിഞ്ഞ ഉടൻ ദർസ് പഠിക്കാൻ വേണ്ടി അന്ന് എരുവാട്ടിൽ നിന്ന് നടക്കണം തളിപ്പറമ്പിലേക്ക്. ബസ്സില്ലാത്ത കാലം, 10-20 കിലോമീറ്റർ ഉണ്ടാവും. ആ ഭാഗത്തുള്ള ആരും കൊണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ദർസിലേക്ക് പുറപ്പെടാൻ പോകുമ്പോൾ ഉമ്മ പറഞ്ഞതാ, ഓൻ പോയേ, നിങ്ങൾ ഞാൻ വരുന്നത് എൻ്റെ ഉമ്മയോട് പറഞ്ഞു പോയി. ഉപ്പ കുറെ പറഞ്ഞു, പോലെ മോനെ നമുക്ക് ഒന്നിച്ചു പോവാം. പക്ഷേ അപ്പോഴേക്ക് തന്നെ മകനോടെ എത്തിയത്. പിന്നെ തന്നെ ഉപ്പയും വേഗത്തിൽ തന്നെ കൂടി. ആ മകന്റെ കൂടെ നടന്ന് അവസാനം തളിപ്പറമ്പിലെത്തി, കുവ്വത്തുൽ ഇസ്ലാം. അപ്പൊ അവിടെ പറഞ്ഞു, ഇവിടെ ഫുള്ളാണ്, സീറ്റില്ലാന്ന്. ഇനി എവിടെ ദർസ്? അവൻ പറഞ്ഞു, കുഞ്ഞുമംഗലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പയ്യന്നൂർ ഭാഗം. വീണ്ടും നടന്നിട്ട് ഏകദേശം മഗ്‌രിബാകുമ്പോൾ, രാവിലെ പുറപ്പെട്ടതാണ്, മഗ്‌രിബാകുമ്പോൾ അവിടെ എത്തി. അവിടെ നല്ല ദർസ്. പക്ഷേ ഉസ്താദ് പറഞ്ഞ് ചെലവ് കൂടിയില്ല, എടുക്കാൻ കഴിയില്ല മോനെ. ആകെ നിരാശ. ഒരു പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിലെ ആഗ്രഹത്തെ തല്ലിക്കെടുത്തുന്ന അനുഭവം. ഇപ്പം പറഞ്ഞു, ഇവിടെ ഒരു കുത്തുബിയത്തുണ്ട്, ഏതായാലും ഇന്ന് രാത്രി ഇങ്ങ് കൂടിക്കോന്നാണ് ഇപ്പോഴും മോനും. ആ കുത്തുബിയത്തിലെ കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കിടന്നുറങ്ങി. രാവിലെ പിറ്റേന്ന് വീണ്ടും ഇനി എവിടെയും ദർസ് അന്വേഷിച്ച് പോവുകയാണ്. തളിപ്പറമ്പിലെത്തി. ചപ്പാരപ്പുഴ ഒരു ദർസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു, മോനെ നമുക്ക് നാട്ടിലേക്ക് പോകാം. ഇല്ല, ഞാൻ ദർസ് പഠിക്കാണ്ടില്ല. അവസാനം ചപ്പാരപ്പുഴവിലേക്ക് എത്തി. അവിടെ എത്തിയൊരു ഉസ്താദ് പറഞ്ഞു, നല്ല ഓക്കെ, പക്ഷേ ഇവിടെ ചെലവിന് സാധ്യമല്ല, ചെലവ് കൂടിയില്ല, ഭക്ഷണം നൽകാനും വീട്ടുകാരില്ല, അതുകൊണ്ട് മോൻ എടുക്കാൻ സാധ്യതയില്ല. അപ്പൊ ഉപ്പ പറഞ്ഞു, ചെലവ് കൂടിയല്ല പ്രശ്നം, അത് ഞാൻ നോക്കിക്കോളാം. കാരണം അതിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, എന്തോ റംസക്ക എന്തോ പേര് പറഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങൾ രാവിലെ ഉച്ചക്കും ഭക്ഷണം തരണം, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. കാരണം ഉപ്പാറിന് മുളക് വിറ്റ കുറെ പൈസ എൻ്റെ അടുത്ത് കയ്യിലുണ്ടല്ലോ. അങ്ങനെ അവിടെ രാവിലെ ഉച്ചക്കും അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഈ ദർസിൽ അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് കൂടി. എനിക്ക് ഉസ്താദ് എന്നുണ്ട് വലിയ തിരുരങ്ങാടി ഉണ്ടായ പരപ്പനങ്ങാടി വലിയൊരു ദരിസാണ്. എനിക്ക് സംസ്ഥാനത്തിലൊക്കെ ആളായിരുന്നു അന്ന്. അപ്പൊ എനിക്ക് ഉസ്താദിന്റെ ദർസിൽ അങ്ങനെ പഠിച്ചു, നീണ്ടവർ. അപ്പൊ പിന്നെ കുറച്ചേ ഉസ്താദ് പിന്നെ ഉസ്താദിന്റെ ഒക്കെ തന്നെ കൂട്ടാൻ തുടങ്ങി ഭക്ഷണത്തിന്. കാരണം ഈ പാവം ഈ കുട്ടിയെ കാണുമ്പോൾ ഒരു ഖേദം തോന്നി. അപ്പൊ ഉസ്താദ് ഉപ്പ പറയുന്ന 2 പത്തിരിയൊക്കെ ഉണ്ടാകാം, ഉസ്താദ് 1 കഴിച്ച് 1 എനിക്ക് തരും. അങ്ങനെയൊക്കെ കഴിഞ്ഞ് 10 വർഷം, നീണ്ട 10 വർഷം പഠിച്ചു. എന്നോട് എന്തെല്ലോ പറഞ്ഞു, പഠിച്ച കിതാബ് ഞമ്മ പഠിക്കാതുകൊണ്ട് അറിയില്ല, ഉക്കിലിദേശ് അങ്ങനെ എന്തെല്ലോ പേര് പറഞ്ഞു. അങ്ങനെ അതും എല്ലാം കഴിഞ്ഞു, തുഹഫയും എല്ലാ പഠനവും കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഒന്ന് ബാക്കിയാത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെ പറഞ്ഞ, അഹമ്മദ് ഏടി പോണ്ട, അഹമ്മദ് എല്ലാം തഹസീൽ ഓക്കെയാണ്, നീ എന്തിനാ പോകുന്നത്?
നീ ഏതെങ്കിലും ഒരു പള്ളിയിലോ ഖത്തീബും ദർസലായിട്ട് പോയിക്കോ, നീ ഇനി ബിരുദം എടുക്കാൻ പോകണമെന്ന് ഇല്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഞാൻ ഖത്തീബാകെ വേണ്ടി, എന്നാ പിന്നെ നബാത്ത് ഖുത്ബ അത് ഒന്ന് എനിക്ക് കിതാബ് ഓതിത്തരോ, അത് ഓതിക്കൊടുത്തു. അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് പഴയകാല പഠനത്തിന്റെ ചില അനുഭവങ്ങളാണ്. മൊയ്ലാരോത്ത് വേണോ അല്ല തങ്ങളോത്ത് വേണോ എന്നോ ചോദിച്ചു. മൊയ്ലാരോത്ത് ചിലപ്പോൾ 10 വർഷവും 12 വർഷമെല്ലാം ചൊറിഞ്ഞു പഠിക്കേണ്ടി വരും. തങ്ങളോത്തുമ്പോ ചിലപ്പോൾ ബർക്കത്തിന്റെ ഓത്തായിരിക്കും. അവനല്ല എനിക്ക് മൊയ്ലാരോത്ത് തന്നെ മതിയെന്ന്. അങ്ങനെയാണ് പറവണ്ണ ഉസ്താദിന്റെ അടുത്ത് എല്ലാം നേടിയെടുക്കുന്നത്. പിന്നീട് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് റഈസുൽ മുഹഖഖീൻ മഹാനായ താജുൽ ഉലമ പഠിച്ചു, നീണ്ട പഠനം. അതിനിടയിൽ ശംസുൽ ഉലമയുമായി 1 വർഷത്തോളം അവിടെയും പഠിച്ചു. അങ്ങനെ നീണ്ട പഠനങ്ങൾക്ക് ശേഷം വലിയ തഹ്ഖീഖുള്ള പണ്ഡിതനായി 1950 അവറാ മുസ്ലിയാരും വെളിമുക്ക് മഹാനായ തങ്ങളെ ഉസ്താദായിരുന്നു. ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉള്ളാളത്തേക്ക് മുദരിസായി നിയോഗിക്കുന്നത്. 1950 നിന്ന് 2014 വരെ നീണ്ട 64 വർഷം ഉള്ളാളത്തെ മുദരിസ ഒരൊറ്റ സ്ഥലത്ത് മാത്രം മഹാനായ താജുൽ ഉലമ. അഗാധമായ ജ്ഞാനം, എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ ഫന്നിലും മഹാനവർക്ക് കഴിവുണ്ടായിരുന്നു. ഇത്രയും തഹ്ഖീഖുള്ള ഒരു പണ്ഡിതൻ, ഇത്രയും ശിഷ്യന്മാരുള്ള ഒരു പണ്ഡിതൻ 1972 തന്നെ കേന്ദ്ര മുഷാവറയിൽ എത്തുകയും 77 തന്നെ അതിന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും പിന്നീട് അധിക മുഷാവറയിലെയും അധ്യക്ഷം വഹിച്ചതും മഹാനായ തങ്ങളായ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ്. മാത്രമല്ല എല്ലാ സമസ്തയുടെ യോഗങ്ങളിലും അധ്യക്ഷനും മഹാനവറുകളായി. വലിയ സ്ഥാനമായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തി 1000ഓളം മഹലിന്റെ ഖാദിയായി മഹാനവറുകൾ. ഉള്ളാളത്തെ ജീവിതത്തെ കുറിച്ചൊക്കെ പലപ്പോഴും പറയാറുണ്ട്. 2 നേരം 3 നേരമൊക്കെ കഞ്ഞി മാത്രമേ ഉണ്ടോ. അതൊക്കെ സഹിച്ച് നീണ്ട വർഷങ്ങൾ ഭൗതിക താല്പര്യങ്ങളൊന്നും കൂടാതെ ദക്ഷിണ ഇന്ത്യയിൽ കർണാടകയിൽ വലിയൊരു ആത്മീയ നേതൃത്വമായി കേരളത്തിന്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം ആവുമ്പോഴും തന്നെ കർണാടകയിലെ പ്രാസ്ഥാനിക രംഗത്തെ വലിയ അധ്യക്ഷനും അവസാന വാക്കുമായിരുന്നു താജുൽ ഉലമ. ആ താജുൽ ഉലമയുടെ ജീവിതം നമ്മൾ വിദ്യാർത്ഥിയായ നമുക്ക് വലിയ പാഠങ്ങളും, സത്യത്തിന് വേണ്ടി താൻ പഠിച്ച ഇൽമ് അത് പ്രാവർത്തികമാക്കുന്നതിൽ. കാരണം ഒരു ആലിമായി, സയ്യിദാണ്, ആലിമായി ജീവിച്ചു എന്ന് മാത്രമല്ല വലിയ ആബിദായി മഹാനവറുകൾ പഠിച്ച ഇൽമു മുഴുവനും തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നതാണ്. അങ്ങനെ ജീവിച്ചപ്പോ അവർക്ക് മുമ്പിൽ എല്ലാവരും കീഴടങ്ങി. ഏറ്റവും തഖ്വയുള്ള ജീവിതം ജീവിച്ചു. അവിടുന്ന് എപ്പോഴും പറയും മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ല ഷൈ. അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് വേറെ ആരുടെ പേടിക്കണ്ടടാ എന്ന് ചോദിക്കും. അത്രയും ധീരതയോടെ പ്രവർത്തിച്ചു, ഹക്കിനു വേണ്ടി മാത്രം സംസാരിച്ചു. 1977 സീനിയർ വൈസ് പ്രസിഡന്റായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ യോഗങ്ങളിലും അധ്യക്ഷത വഹിച്ചു. മംഗലാപുരത്ത് വന്ന്, ഉള്ളാളത്ത് വന്ന്, കോഴിക്കോട് നടക്കുന്ന മീറ്റിങ്ങുകളിൽ. അപ്പോൾ ഒരു പ്രാസ്ഥാനികമായി സംഘടനാപരമായി ഇത്രമാത്രം ദീനി പ്രബോധന രംഗത്ത് അത്ര തൽപരനും ഔത്സുക്യവും അതിനുള്ള കൃത്യമായി ഈ പ്രസ്ഥാനത്തെ സംഘടനയെ നാളെ അല്ലെങ്കിൽ അവസാന കാലം വരെ, ഖിയാമത്ത് നാൾ വരെ ഈ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടെയാണ് മഹാനവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായത്.
അങ്ങനെ 89 കാലത്ത് 82 തന്നെ നിങ്ങൾ തുടങ്ങിയിരുന്നു. 89 കാലഘട്ടങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ഒരു സംഘമാണ്. ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരിനൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഒരു സംഘം സത്യത്തിൽ വിജയം വരിച്ചുകൊണ്ട് നിലനിൽക്കും. എന്താണ് അവരുടെ പ്രത്യേകത? ലാ യദുർറുഹും മൻ ഖാലഫഹും സദഖ റസൂലുള്ളാഹി. എതിർപ്പ് അവർക്കൊരു പ്രശ്നമല്ല എന്നതാണ്. അപ്പൊ ഈ സംഘം എതിർപ്പുകളിലൂടെയാണ് മുന്നോട്ട് പോകുക. സത്യം എതിർക്കപ്പെടും. 40 വയസ്സ് വരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ശത്രുക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യം പുറത്തേക്ക് പറഞ്ഞപ്പോ അതുവരെ സ്നേഹിച്ചവരൊക്കെ ശത്രുക്കളായി മാറി. സത്യം കൈമലുണ്ടോ ശത്രുക്കൾ ഉണ്ടാവും. നമ്മൾ എപ്പോഴാണോ ശത്രുക്കളില്ലാതെ ഒരു കാലം വരുന്നത് അന്ന് നമ്മൾ സത്യത്തിന് പുറത്തായിരിക്കും. സത്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അന്ന് എല്ലാവർക്കും നമ്മുടെ ഇഷ്ടമുണ്ടാവും. സത്യം എതിർക്കപ്പെടും. അതാണ് ലാ യദുർറുഹും മൻ ഖാലഫഹും. ഈ വിഭാഗം എതിർപ്പ് അവർക്കൊരു പ്രശ്നമല്ല എന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ എതിർപ്പുകളിലൂടെയാണ് ശരിയായ സത്യം മുന്നോട്ട് പോകുക. അപ്പൊ 89 കാലങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അടിയുറച്ച ആദർശത്തിനെതിരായി ചില നീക്കങ്ങൾ നടന്നപ്പോൾ മഹാനവറുകൾ അതിലിടപെട്ടു. ഇത് ശരിയല്ല, ഭൂരിപക്ഷം നോക്കണം. ഭൂരിപക്ഷം ഒന്നും സത്യത്തിനെതിരെ നോക്കാൻ കഴിയില്ല. വലൗ വഹദി, ഞാൻ ഒറ്റക്കാണെങ്കിലും, ഞാൻ ആ സംഭവങ്ങളിലേക്ക് നീണ്ടു പോകുന്നില്ല, സമയം വളരെ പരിമിതമാണ്. ഞാൻ ഒറ്റക്കാണെങ്കിലും ഈ പോക്ക്, നിങ്ങളുടെ പോക്ക്, അത് പുത്തൻവാദികളുടെ വഹാബികളുടെ ആലയിലേക്ക് അഹ്ലുസുന്നത്തിന് ജമാഅത്തിനെ കെട്ടാനുള്ള ചില പുറപ്പാടുകളാണ്. അത് തടഞ്ഞേ തീരൂ എന്ന ധീരമായൊരു നിലപാട് മഹാനായ താജുൽ ഉലമ എടുത്തു. താജുൽ ഉലമ ആ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി പുറത്തുപോയി കാറിൽ, അംബാസഡർ കാറിൽ ഇരിക്കുമ്പോൾ മഹാനായ സുൽത്താൻ ഉലമ പറയുന്നുണ്ട്, ഞാൻ അടുത്തേക്ക് പോയപ്പോൾ വളരെ ധീരമായ നിലപാട്. കാരണം എന്ത് ചെയ്യാൻ കഴിയും? ഒരാളും കൂടെയില്ല. ഒരു സ്ഥാപനങ്ങളോ സംഘടനാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത സമയം ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഹക്കിനെതിരെ സംസാരിക്കുന്ന കാലത്തോളം ആ സീറ്റിലേക്ക് ഇനി എന്നെ മടക്കരുത്. ഞാനില്ല. നിങ്ങൾക്കാർക്കും ധൈര്യക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ. ഞാൻ സത്യത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസിന് ഞാനില്ല. സുൽത്താൻ ഉസ്താദും അതുപോലെ മഹാനായ കൻസുൽ ഉലമ അംസു ഉസ്താദും. കൻസുൽ ഉലമ പറഞ്ഞു, മഹാനായ ഉള്ളാളത്തങ്ങളെ തീരുമാനം അത് കൃത്യമാണ്, നമുക്കത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം. അംസു ഉസ്താദിനെ കുറിച്ചും പലപ്പോഴും എ പി ഉസ്താദ് പറയും, ധീരമായ നിലപാട്. അങ്ങനെ ഉടൻ തന്നെ സീനിയർ വൈസ് പ്രസിഡന്റും എല്ലാ മീറ്റിംഗുകളുടെ അധ്യക്ഷനുമായ താജുൽ ഉലമ സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ചു ചേർത്തു. 6000-ഓളം പ്രതിനിധികൾ, മെമ്പർമാർ പങ്കെടുത്തു കോഴിക്കോട്. അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പുനഃസംഘടിപ്പിച്ചു. അതിന്റെ പ്രസിഡന്റായി മഹാനായ താജുൽ ഉലമ, ജനറൽ സെക്രട്ടറിയായി മഹാനായ സുൽത്താൻ ഉലമ കാന്തപുര ഉസ്താദും. അപ്പൊ ഞാനിത് താജുൽ ഉലമയുടെ വഴി പറയുമ്പോൾ ഈ ഒരു നിലപാടായിരുന്നു ശരി എന്ന് ഇന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. താജുൽ ഉലമയായിരുന്നു ശരിയെന്ന് അന്ന് 89-ൽ, പക്ഷേ 40 വർഷം കഴിയേണ്ടി വന്നു, അല്ലെങ്കിൽ 35-36 വർഷം കഴിയേണ്ടി വന്നു പലർക്കും അത് ബോധ്യപ്പെടാൻ. അങ്ങനെ ഒരു നിലപാട് മഹാനായ താജുൽ ഉലമ എടുത്തില്ലെങ്കിൽ ഇന്ന് സുന്നത്ത് ജമാഅത്ത് നമ്മുടെ നാട്ടിൽ അതിങ്ങനെ ക്ഷയിച്ചു പോകുമായിരുന്നു. അത് ചില നിയോഗങ്ങളാണ്. മഹാനായ ഔസുൽ ആലം സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഇസ്ലാമിക ഖിലാഫത്ത് കഴിഞ്ഞു. 33 വർഷമാണ് ശരിയായ ഖിലാഫത്ത്. പിന്നെ അമവിയ ഖിലാഫത്ത് വന്നു, അബ്ബാസിയ ഖിലാഫത്ത് വന്നു, ഫാത്തിമയ്യത്ത്, ഇങ്ങനെ കുറെ ഖിലാഫത്തുകൾ വന്നെങ്കിലും മഹാനായ മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു കാലശേഷം പിന്നെ വന്ന യസീദ് അടക്കമുള്ള ഭരണാധികാരികൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഇസ്ലാമികമായ രീതിയും നടപ്പും നേരും നന്മയുമൊക്കെ ഇസ്ലാമിക ഖിലാഫത്തിന് വഴിമാറി രാജകീയമായ ഭരണങ്ങളിലേക്ക് വന്നു. ഒരുപാട് ആ ഭരണത്തിന്റെ തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന പണ്ഡിതന്മാരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി.
കൂഫയിലെ മണ്ണ് മുഴുവനും ഉലമാക്കളുടെ രക്തം കൊണ്ട് ചഞ്ചായമണിഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. യസീദിന്റെ അമീറായിരുന്നു, ഗവർണറായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫ് ചെയ്ത കിരാത പ്രവർത്തനങ്ങളെ, ഇത് അധികാര രാഷ്ട്രീയം എല്ലായിടത്തും ഉണ്ടായിരുന്നു. ആ അധികാര രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു 89കളിലും സമസ്തയ്ക്ക് ഉള്ളിലും പ്രവർത്തിച്ചത്. ആ അധികാര രാഷ്ട്രീയത്തിനെതിരെ, തിന്മക്കെതിരെ പ്രതികരിക്കുമ്പോൾ അത് ഉലമാ നോക്കൂല, ആർക്കെതിരെയും അവർ അവരുടെ വാളുകൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. ഹജ്ജാജ് ബിൻ യൂസുഫ് കൂഫയിലെ പള്ളിയിൽ ജുമഅ പ്രസംഗം നടത്തുന്ന ഒരു മാസ്റ്റർ പീസ് പ്രസംഗമുണ്ട്. അത് മാനിയിലെ അല്ലെങ്കിൽ വലിയ വാക്കുകളാണ്. ഇന്നി അറാ റൂസൻ ഖദ ഐനഅത് വഹാന ഖുതൂഫുഹാ വഇന്നി ലസ്വാഹിബുഹാ. അതാ വലിയ വലിയ ബിജുഗീഷുക്കളായ പണ്ഡിതന്മാർ, അള്ളാഹു ആഖിറത്തിനെ ഓർക്കുന്ന താബിഈങ്ങളായ പ്രമുഖരായ പണ്ഡിതന്മാർ, അവരാണ് സഫിൽ, ഒന്നാം സഫിലുള്ള താടി നിറച്ച താടിയുള്ള തലപ്പാവുള്ള പണ്ഡിതന്മാരെ നോക്കി അദ്ദേഹം ഖുതുബ നടത്തുന്ന ഇന്നി അറാ റൂസൻ ഖദ ഐനഅത്, പഴുത്തു പാകമായ ചില തലകളെ ഞാൻ കാണുന്നു. വഹാന ഖുതൂഫുഹാ, അത് കൊയ്തെടുക്കേണ്ട സമയമായിട്ട്, പഴുത്താ പിന്നെ കൊയ്തെടുക്കണല്ലോ. വഇന്നി ലസ്വാഹിബുഹാ, ഞാനായിരിക്കും അത് കൊയ്തെടുക്കുക. ഇതിന്റെ വജുഹു തശ്ബീഹും തശ്ബീഹും ഒക്കെ ചിലപ്പോ നമ്മളിങ്ങനെ ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നിഷ്ഠൂരമായി പണ്ഡിതന്മാരെ കൊലക്ക് ചരിത്രത്തിൽ കാണാം. അങ്ങനെ അതിനുശേഷം പിന്നെ ഇസ്ലാം മെല്ലെ മെല്ലെ മെലിഞ്ഞു പോന്ന് കാണുമ്പോഴാണ് മഹാനായ സുൽത്താനുൽ ഔലിയ ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർ അല്ലാഹു ഉദയം ചെയ്യുന്നത്. അനാ മിൻ ഖബ്ലി വുജൂദി കുന്തു കുതുബൻ ഫീ നുത്ഫത്തിൽ അബവായി. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഉപ്പായുടെ മുതുകിലായിരുന്ന കാലം മുതൽ തന്നെ ഞാൻ കുത്തുബായിരുന്നു. അങ്ങനെ ചില നിയോഗങ്ങളെ അള്ളാഹു നേരത്തെ കണ്ടുവെക്കും. ആ നിയോഗം പിന്നെ ദൗത്യം ഏറ്റെടുത്തു മഹാനായ ഗൗസുൽ ആദം. ബഗ്ദാദിലെ പള്ളിയിൽ നിൽക്കുമ്പോ എങ്ങനെ പ്രസംഗിക്കും? ഈ സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരേണ്ട പ്രബോധനങ്ങൾ പ്രഭാഷണ ശൈലിയിലൂടെ ആണ് മഹാനവറുകൾ തന്റെ ഉത്ബോധനത്തിലൂടെയാണ് ഒരു സമൂഹത്തെ മുഴുവനും പരിവർത്തിപ്പിച്ചത്. പക്ഷേ പ്രസംഗിക്കാൻ വലിയ കഴിവില്ല. ബഗ്ദാദ് പള്ളിയുടെ പുറത്തെത്തുമ്പോ അതാ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർച്ചയിൽ തന്നെ വന്ന് ചോദിക്കുന്നു, മോനെ, നീ എന്തുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നില്ല, ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുന്നില്ല? ലിമല തതകല്ലമു അലന്നാസ് കൈഫ അതകല്ലമു വഅന അജമിയുൻ അലാ ഫുസ്ഹാഇ ബഗ്ദാദ്. ഈ ബഗ്ദാദിലെ അറബി അറിയുന്ന, സാഹിത്യം അറിയുന്ന അവരോട് എങ്ങനെയാണ് ഞാൻ സംസാരിക്കുക? അപ്പോ വന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തഹ് ഫാക്, വായ തുറക്കാൻ പറഞ്ഞു. അങ്ങനെ 7 പ്രാവശ്യം തുപ്പിക്കൊടുത്തു. അതാണ് വേദം വിളങ്ങിപ്പറവാൻ വയ്യപ്പോ വേദാംബർ വായിൽ തുപ്പിക്കൊടുത്തോവർ. അങ്ങനെ 7 പ്രാവശ്യം തുപ്പിക്കൊടുത്ത് ഇനി പ്രസംഗിച്ചോളൂ, ഇനി സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരു സഭാകമ്പം, ഒരു പ്രസംഗം തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല മോനെ? അപ്പം പറഞ്ഞു, എനിക്കൊരു, വീണ്ടും വായ തുറക്കാൻ പറഞ്ഞു. 6 പ്രാവശ്യം അലി റളിയല്ലാഹു അൻഹു വായിൽ തുപ്പിക്കൊടുത്തു. അവൻ എന്താ 7ആക്കാതിരുന്നത്? അവൻ അദബല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അങ്ങ് പ്രസംഗം തുടങ്ങി. 10,000-കണക്കിന് ആളുകൾ പള്ളിയിൽ തടിച്ചുകൂടുമെന്ന് ചില കിതാബുകൾ മഹാന്മാർ പറയുന്നത് 60,000 ആൾ വരെ ചില സമയത്തുണ്ടായി. അത് അന്ന് മൈക്ക് സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ മുത്തുനബിയുടെ ഉമനീറിന്റെ മുഅ്ജിസത്താണ്. എത്ര ആളിനെങ്കിലും അവരെ കേൾപ്പിക്കും. ചിലപ്പോ വയല് കഴിയുമ്പോഴേക്ക് 2-3 മയ്യത്ത് ഖബറിലേക്ക് എടുക്കാനുണ്ടാവും. കാരണം അല്ലാഹുവിനെ കുറിച്ച് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുഖിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയുമ്പോൾ വജിലത്തു ഖുലൂബുഹും, ഹൃദയം കിടുകിട വിറച്ചു പോകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. അങ്ങനെ ഭയങ്കര വയലായിരുന്നു. മനസ്സറിഞ്ഞ് കൽബിന്റെ ഉള്ളിൽ അറിഞ്ഞിട്ട് സംസാരിക്കുന്നു. അബൂബക്കർ ബിൻ ഇമാദ് റളിയല്ലാഹു അൻഹു വലിയൊരു പണ്ഡിതൻ, അന്ന് ആ കാലത്ത് ജീവിച്ചൊരു പണ്ഡിതനുണ്ടായിരുന്നു. രണ്ടാളും ആ കാലത്ത് ജീവിച്ച രണ്ടാൾക്കും പരിചയമൊന്നുമില്ല. ഒരാള് വളരെ ദൂരത്താണ്. അബൂബക്കർ ബിൻ ഇമാദ് തങ്ങൾക്ക് എപ്പോഴും ഒരു സംശയം മനസ്സിലുണ്ടായി. കാരണം എല്ലാ അവാന്തര വിഭാഗങ്ങളും ഖുർആനും ഹദീസ് ഓതിയിട്ടാണ് അവരുടെ ഭാഗം വിശദീകരിക്കുന്നത്.
ഈ പറയുന്ന എല്ലാവരും ഖുർആനാണ് ഓതുന്നത്. അപ്പൊ അബൂബക്കർ ഇമാദ് തങ്ങൾക്ക് ഒരു വല്ലാത്തത്, അവരും ഖുർആൻ ഓതുന്നു, നമ്മളും ഖുർആൻ. എന്താണ് ഒരു തുമൈനീനത്ത് കിട്ടുന്നില്ല, മനസ്സിലൊരു സമാധാനം. അപ്പൊ കൂടെയുള്ള ആളോട് പറഞ്ഞ് ബഗ്ദാദിൽ ഒരു വലിയ പണ്ഡിതനും ഒരു വലിയ അവർ വലിയ പ്രഭാഷകനും ആത്മീയ നേതാവുമാണ് ഔസുൽ ആദം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി. അവർ മനസ്സ് കണ്ടിട്ട് പറയുന്ന ആളാണ്. നിങ്ങളുടെ മനസ്സ് അവർക്ക് കണ്ടിട്ട് പറയാൻ കഴിയും. നിങ്ങൾക്ക് അവരുടെ പോയി കൂടെ ഒരു മനസ്സമാധാനം. അബൂബക്കർ തങ്ങൾ പറയുന്നത്, ഞാൻ അങ്ങനെ നീണ്ട യാത്ര നടത്തി അവസാനം ബഗ്ദാദിലെത്തിയപ്പോ 10,000-കണക്കിന് ജനങ്ങൾക്ക് മുമ്പ് ബഗ്ദാദിലെ ജുമാഅത്ത് പള്ളിയിൽ മഹാനായ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളുടെ പ്രഭാഷണം നടക്കുകയാണ്. പ്രഭാഷണത്തിന്റെ 10,000-കണക്കിന് ആളുകളെ പ്രഭാഷണം നടക്കുന്നതിന്റെ ഇടയിൽ മെല്ലെ ഒരു സ്ഥലത്ത് ചെറിയൊരു ഒഴിവ് കണ്ടപ്പോൾ ഞാൻ അവിടെ പോയിരുന്നപ്പോ ഉടൻ തന്നെ പ്രസംഗം ഘോരഘോരം പ്രസംഗിക്കുന്ന മഹാനായ ജീലാനി ഷെയ്ഖ് പെട്ടെന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസം, നമ്മുടെ സരണി, അത് മഹാന്മാരായ സ്വഹാബത്തും താബിഈങ്ങളും ഉൾക്കൊള്ളുന്ന ആ ഒരു സരണിയാണ് നമ്മളെ വഴി എന്ന് പറയുമ്പോൾ അബൂബക്കർ തങ്ങൾ വിചാരിച്ചു, ഇത് എന്നോട് പറയുന്നത് തന്നെയാണ്. കാരണം എന്റെ മനസ്സിൽ ഒരു ഏതാ ശരി എന്നുള്ളത് ഒരു ഇത് കിട്ടുന്നില്ലല്ലോ. അവൻ പറഞ്ഞു, പൊതുവെ പ്രഭാഷകൻ ഇങ്ങനെ പ്രസംഗം വിഷയം മാറ്റിക്കൊണ്ടിരിക്കും, അതുകൊണ്ടായിരിക്കും. രണ്ടാമതാ എന്റെ ഭാഗത്തേക്ക് എന്നെ തിരിയുന്നു. ഈ 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ ഒരാൾ വന്നിരുന്ന ആർക്കറിയാം, എഴുത്തന്നെ 10, 200, 100 അല്ലെങ്കിൽ 150 ഉണ്ടാവും. അപ്പൊ അവരുടെ ഇടയിൽ ഒരാൾ വന്നാൽ നമ്മൾ അറിയില്ല. ഇത് 10,000-കണക്കിന് ആളിടയിൽ ഒരാൾ വന്നിരുന്നു, എന്റെ ഭാഗത്തേക്ക് എന്നെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അപ്പൊ ഞാൻ വിചാരിച്ചു മനസ്സിൽ, അങ്ങനെ ഇപ്പൊ പ്രഭാഷകൻ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിച്ചു. ചിത്താരി സ്ഥലം ഒരിക്കലും മെയ്ക്കിന് നിൽക്കാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടല്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞപ്പോ എന്റെ അടുത്ത് തിരിഞ്ഞതായിരിക്കും എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്ക് യാ അബൂബക്കർ വിളിച്ചു, മനസ്സിൽ അറിയുന്ന കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ. അങ്ങനെ മഹാനായ ഗൗസുൽ ആദം പിന്നീട് ഒരു സമൂഹത്തെ മുഴുവനും സമുദ്ധരിച്ചു. അതാണ് ഖാദിരിയ്യ ത്വരീഖ്. ആ വഴിയിൽ മഹാനവറുകൾ ദിക്റിലൂടെയും അതുപോലെ ആധ്യാത്മികമായ പ്രഭാഷണങ്ങളിലൂടെയും ഒരു സമൂഹത്തിന് മുഴുവനും നവജീവൻ നൽകി. അങ്ങനെയാണ് മുഹയ്യദ്ദീൻ ജീവൻ. അപ്പോ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരെ അള്ളാഹു നിയോഗിക്കുന്ന ഈ ഉമ്മത്തിന് അള്ളാഹു തന്ന ഏറ്റവും വലിയ വരദാനമാണ് മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. ഒരു ഘട്ടത്തിൽ 89-ലെങ്ങാനും അങ്ങനെ ഒരു തീരുമാനം ഇല്ലായിരുന്നെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വലിയ നഷ്ടം സംഭവിക്കുമായിരുന്നു. ആ സമയത്ത് ആ നൗകയെ, ആ കപ്പലിനെ, ആ കപ്പിത്താൻ സ്വയം പദവി ഏറ്റെടുത്ത് ഇളകുമറിയുന്ന സമുദ്രത്തിലെ ഏറ്റവും വലിയ കോലാഹലം നടക്കുന്ന ഒരു സമയമായിരുന്നു 89. നമ്മൾ ചരിത്രം പഠിക്കണം. അത്രമാത്രം നിശ്ചിതമായ വിമർശനങ്ങളും അക്രമങ്ങളും എഴിച്ചുവിടുന്ന ഒരു ഘട്ടം. ഇനി വരാൻ പോകുന്നത് തനിക്കെതിരെ റോഡ് ഉപരോധങ്ങളും ഏറും അക്രമങ്ങളുമായിരിക്കും. പക്ഷേ അത് നോക്കിയില്ല. അങ്ങനെ തന്റെ കൂടെ വന്ന ആളുകളുമായി മഹാനായ താജുൽ ഉലമാ വിപ്ലവങ്ങൾ തീർത്തു. ഇന്ന് കേരളത്തിന്റെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ദറസടക്കം, ഈ കാണുന്ന പണ്ഡിതന്മാരുടെ പിറവിയടക്കം, അതിൻ്റെയൊക്കെ പിന്നിൽ മഹാനായ താജുൽ ഉലമ ധീരമായ നിലപാടായിരുന്നു. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ അവിടുത്തെ കൂടുതൽ പറയാൻ നമുക്ക് ഇനി സമയമില്ല. ആ മഹാന് ഏറ്റവും വലിയ പിന്തുണയുമായി സമസ്തയിൽ ചിന്തയുടെ, ബുദ്ധിയുടെ, ദിഷണയുടെ, അഗാധമായ വിജ്ഞാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഏറ്റവും വലിയ ഉടമയാണ് മഹാനായ നൂറുൽ ഉലമാ എം.എ. ഉസ്താദ്. നൂറുൽ ഉലമാ ഒരു വലിയുൽ കാമിൽ എന്ന് പറയാൻ പറ്റും, ഒരു പൂർണ്ണ വലി. 92 വർഷത്തോളം ജീവിച്ചു മഹാനവർ. ജീവിതത്തിന്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 മാസം മുന്നേ ഞാനും എൻ്റെ കൂടെ വേറെ 2 സുഹൃത്തുക്കളുണ്ടായി. അപ്പൊ അവരിങ്ങനെ സന്ദർശിക്കാൻ പോകുമ്പോ മഹാനായ നൂറുൽ ഉലമാ ഇങ്ങനെ ചാരു കസേരയിരുന്ന് കൈയെല്ലാം ഇങ്ങനെ വിറക്കുന്നുണ്ട്. വഫാത്തിന്റെ ഒരു 3 മാസം മുന്നേ, അഥവാ ഏകദേശം 91-92 വയസ്സിൽ അങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ അറബി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൈ വിറക്കുന്നുണ്ട്. ഒരു ബോർഡ്, അഥവാ നമ്മളെ എക്സാം ബോർഡ് പോലത്തെ ഒരു ബോർഡും വെച്ച് ഇങ്ങനെ എഴുതിയാണ്. ഞാൻ ചോദിച്ചു, ഉസ്താദ് എന്താ ഈ സമയം ഇങ്ങനെ എഴുതുന്നു? ഒരു കിതാബ് എഴുതിയേക്കാന്ന് വിചാരിച്ചതാണ്, വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പൊ ആ സമയത്തും കിതാബ് എഴുതിയാണ് മഹാനവർ.
1954 ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ്, മദ്രസ പ്രസ്ഥാനം തുടക്കം കുറിക്കുകയും ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് എന്നൊരാശയം, മദ്രസ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദാണ്. അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ പ്രസിഡന്റും മഹാനവറുകളായി. പിന്നീട് 1974 സുന്നി യുവജന സംഘം, താനൂർ സമ്മേളനമാണ് സുന്നി യുവജന സംഘത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. ആ സുന്നി യുവജന സംഘം ഒരു സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചെങ്കിലും ഇത് കേരളത്തിലെ ജനങ്ങളെ മുഴുവനും സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി യുവജന സംഘം അഥവാ സമസ്തക്കൊരു സംഘടന വേണം, പ്രവർത്തിക്കേണ്ടത്. ആലിമീങ്ങൾക്ക് നാട്ടിൽ ഇറങ്ങി 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പൊതുജനങ്ങളെ സംഘടിപ്പിച്ച്, യുവാക്കളെ സംഘടിപ്പിച്ച് സമസ്ത കേരള സുന്നി യുവജന സംഘം അതെന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് ആദ്യമായി ലഘുലേഖ എഴുതിയത്, ആ മാറ്റർ എഴുതിയത് മഹാനായ നൂറുൽ ഉലമയായിരുന്നു. പിന്നെ കേരളം മുഴുവനും അത് പ്രചരിപ്പിച്ചു. 1954 സുന്നി യുവജന സംഘം, 73 SSFന്റെ രൂപീകരണം. ഇസ്മായിൽ വഫ സാഹിബിന്റെ ഒരു സുന്നി ടൈംസിൽ വന്ന ഒരു ലേഖനത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിനു മുമ്പ് 1968 അവിഭക്ത കണ്ണൂർ ജില്ലാ സമസ്ത സമ്മേളനം കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ്. അന്ന് കാസർഗോഡും കണ്ണൂരും ഒറ്റ ജില്ലയാണ്. ആ സമസ്ത സമ്മേളനത്തിലാണ് നൂറുൽ ഉലമ ഒരു ആശയം അവതരിപ്പിക്കുന്നത്, സമന്വയ വിദ്യാഭ്യാസം. ഭൗതിക വിദ്യാർത്ഥികളെയും മതവിദ്യാർത്ഥികളെയും ഏകോപിച്ചുകൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്ന ചിന്ത. അങ്ങനെ 68 73 SSF ഔദ്യോഗികമായി ഉണ്ടെങ്കിൽ 68 അഡ്ഹോക്ക് കമ്മിറ്റി, ഒരു കമ്മിറ്റി എടുത്തു SSFന് വേണ്ടി. അത് നൂറുൽ ഉലമയുടെയും മഹാനായ താജുൽ ഉലമയും കൻസുൽ ഉലമ അംസു ഉസ്താദും ഒക്കെ ആയിരുന്നു ആ സമ്മേളനത്തിന്റെ ചുക്കാൻ പിടിച്ചത്. ആ സമന്വയ വിദ്യാഭ്യാസം എന്നൊരു ആശയം, SSF എന്നൊരു ആശയവും നൂറുൽ ഉലമയുടെ തലയിൽ നിന്നാണ് ആദ്യമായി ഉദയം കൊണ്ടത്. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിലെ വിപ്ലവാത്മകമായ മുന്നേറ്റങ്ങൾക്കെല്ലാം പിന്നിൽ നിന്ന് ബുദ്ധിപരമായി ധിഷണാപരമായ സംഭാവന ചെയ്ത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച നേതാവാണ് മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ്. എം എ ഉസ്താദിന്റെ ജീവിതവും മാതൃകാപരമായ ജീവിതം, ഒരു സമയം പോലും വെറുതെ കളയില്ല. സമയത്തിന് ഇത്രമാത്രം വില കൽപ്പിച്ച ഒരു മഹാവ്യക്തിത്വം, സമയത്തെ കൃത്യമായി കീറിമുറിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആ വ്യക്തിത്വം അള്ളാഹു അവിടത്തെയും താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയും മദദ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ ജീവിതങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നാം ഇഖ്ലാസോടെ പഠനം നടത്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന വിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിനെ ജീവിച്ചു കാണിച്ചു തന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ജീവിതമാണല്ലോ എല്ലാവർക്കും ആശയങ്ങൾ നൽകിയത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതത്തെ പകർത്തി ഇൻഷാ അല്ലാഹ് നമ്മൾ ദീനീ രംഗത്ത്, വൈജ്ഞാനിക രംഗത്ത് നമുക്ക് വലിയ മുന്നേറ്റങ്ങൾ സാധ്യമാകണം. ഇനിയും പ്രതിഭകൾ കടന്നു വരണം.